നിതിൻ, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വിവാദം, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ, അതിന്റെ തുടർ നടപടികൾ, അങ്ങനെ സിനിമാ ലോകം അന്ന് എടുത്തൊരു നിലപാടുണ്ട്, കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അതുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ തലപ്പത്തുള്ളവർ പ്രതികരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇതിൽ ആ നിലയ്ക്കൊരു ഇടപെടൽ പ്രതീക്ഷിക്കണമോ നിതിൻ? ഉന്മേഷ്, അത്തരമൊരു നടപടിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ഔദ്യോഗിക പ്രതികരണം അല്പസമയത്തിന് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഷൈൻ ടോം ചാക്കോയുടെ വിഷയം ബന്ധപ്പെട്ടാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ തൊണ്ടി മുതലുമായി ആയിരുന്നില്ല പിടികൂടിയത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലായിരുന്നില്ല എക്സൈസ് സംഘമോ അല്ലെങ്കിൽ പോലീസോ ഷൈൻ ടോം ചാക്കോയെ പിന്നീട് വിളിച്ചു വരുത്തുകയൊന്നും ചെയ്തത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. ഫ്ളാറ്റിൽ നിന്ന് 1.6 ഗ്രാം കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവുമായി തന്നെയാണ് ഈ 3 പേരെയും ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. അതിൽ 2 പേർ മലയാളത്തിലെ മുൻനിര സംവിധായകരാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവത്തോട് തന്നെ സിനിമാ സംഘടനകൾ ഈ നിലയിൽ ഇതിനെ കാണുന്നുണ്ട്. അല്പസം മുമ്പ് തന്നെ സിനിമാ സംഘടന ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ വൈകാതെ ഇതിലൊരു കൃത്യമായ പ്രതികരണം നൽകും, മാത്രമല്ല നടപടി ഉണ്ടാകും എന്ന തരത്തിലൊരു പ്രതികരണം തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ സിനിമാ സംഘടനയിൽ ഇതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, അതായത് സിനിമാ സെറ്റുകളിലെ ലഹരി പരിശോധനയിൽ പ്രത്യേകിച്ചും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനകളെല്ലാം തന്നെ സെറ്റുകളിൽ പരിശോധന നടത്തണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിൽ വ്യാപകമായ നിലയിൽ തന്നെ സിനിമാ മേഖലയിൽ ഈ ലഹരി ഉപയോഗം അത് തുടർന്നു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ സംഭവത്തിന് പിന്നാലെ തന്നെ പല വെളിപ്പെടുത്തലുകളും നമ്മൾ കണ്ടിരുന്നു. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം അത് വ്യാപകമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് 2 സംവിധായകർ ഉൾപ്പെടെ 3 പേരെ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇത് എവിടെ നിന്ന് കിട്ടി, ആര് കൈമാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണം പോവുകയാണ്. മാത്രമല്ല ആലപ്പുഴയിൽ പിടികൂടിയ തസ്ലീമ സുൽത്താനുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ളവർക്ക് ഈ ലഹരി കേസിൽ ബന്ധമുണ്ടെന്ന ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അത്തരം ഒരു അന്വേഷണങ്ങളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ള സംഘത്തിന് ഇത്തരം ഈ തസ്ലീമ സുൽത്താനുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് വരികയാണ്. കൃത്യമായ വിവരം ഈ ഘട്ടത്തിൽ എന്തായാലും എക്സൈസ് സംഘം പങ്കുവയ്ക്കുന്നില്ല. വൈകാതെ തന്നെ അത്തരം അന്വേഷണങ്ങളിൽ കടന്ന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് എക്സൈസ് സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് മുൻനിര സംവിധായകരെ കഞ്ചാവുമായി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സിനിമാ സംഘടനകൾ വൈകാതെ ഈ വിഷയത്തിലൊരു നിലപാടിലേക്ക് പോകും. കർശനമായ ഒരു ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, നേരത്തെ എക്സൈസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നുവല്ലോ, അവർ ഇതിന്റെ തുടർ നടപടിയായി എന്താണ് വിശദീകരിക്കുന്നത്? നിലവിൽ പിടിയിലായ ഒരാൾ ഇപ്പോഴും എക്സൈസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് അശ്വിൻ? തീർച്ചയായും അങ്ങനെ ഒരാൾ കസ്റ്റഡിയിലുണ്ട്, ഷാഹിദിനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എങ്ങനെ കഞ്ചാവ് എത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ഷാഹിദിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വിശദമായി മനസ്സിലാകും എന്നുള്ളതാണ് എക്സൈസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഖാലിദുമായുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഈ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അല്പസമയത്തിനുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ മജു ടി എം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഞ്ചാവിൻ്റെ ഉറവിടം എവിടെ നിന്ന് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്ന് കൃത്യമായി തന്നെ മനസ്സിലാകും എന്നുള്ളത് എക്സൈസും വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങുകയുമാണ്. ഉന്മേഷ്, ശരി. ഏതായാലും 24 ഇന്ന് പുലർച്ചെ പുറത്തുവിട്ട ഈ വാർത്തയിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എക്സൈസിന്റെ തുടർ നടപടികൾ ഉണ്ടാകുന്നത്. 2 സംവിധായകരാണ് ഇപ്പോൾ എക്സൈസിന്റെ പിടിയിലായത്. അവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിട്ടുണ്ട്. ഇതിൽ തുടർ നടപടികൾ ഇനി എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളതും അറിയേണ്ടതുണ്ട്.